ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ രാവിലത്തെ എഴുതിട്ടോ ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇഡലി ഉണ്ട്, റോസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ എഴുത് ചോറുണ്ട്, ചപ്പാത്തി ഉണ്ട്, മറ്റേ എന്താ പറയുക ജീര റൈസാണിത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഹരിമിർച്ചി ഫ്രൈ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഈ വൈബ് ഭയങ്കര ഇഷ്ടമാണെന്ന്. ആകാശമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന പോലെ ഉണ്ട് കേട്ടോ. നല്ലൊരു മഴ പെയ്തു. അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത് ഞാൻ. പിന്നെ ഞാനും മനു എങ്ങടെ പോകണമെന്ന് വെച്ചാൽ കരോൾ ബാഗിലേക്ക് പോകണേ. സരോജിനി മാർക്കറ്റിനോട് വിട പറഞ്ഞ പോലെ കരോൾ ബാഗിൽ ഞങ്ങൾ വിട പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാ ഞങ്ങൾ അങ്ങോട്ട് പോകണം. കുറച്ചുകൂടെ പർച്ചേസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിലേക്ക് പോവും. പിന്നെ യൂബർ വിളിച്ചാൽ വിളിപ്പുറത്താണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ. അതുപോലെ തന്നെ എന്തോന്ന് അയ്യോ 1 മണിക്കൂറാണ് ഒരു വണ്ടി ചലിക്കണമെങ്കിൽ എന്നും പറഞ്ഞിട്ടില്ലേ. എന്തായാലും ശരി, ഞങ്ങൾ രണ്ടാളും കരോൾ ബാഗിലെത്തിയപ്പോഴേക്കിനും ഇതുണ്ടോ ഈ സമയമായിട്ടുണ്ട് രാത്രി. ബാഗൊക്കെ വില പേശിയിട്ട് 2 ബാഗ് എടുത്തു. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തിട്ടോ. ഇത് കരോൾ ബാഗിലെ കപ്പട മാർക്കറ്റാണ്. സരോജിനി മാർക്കറ്റിൻ്റെ അത്ര തിരക്കില്ല, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. അത്യാവശ്യമൊക്കെ മനു എടുത്തു, ഞാനും എടുത്തു. പിന്നെ ഇത് ഈ ഗ്ലാസ്സുകളൊന്നും വാങ്ങില്ല കേട്ടോ, കാരണം നമ്മൾ ഫ്ലൈറ്റിൽ വരുമ്പോഴൊക്കെ തട്ടിമുട്ടി പൊട്ടി ചിതറിപ്പോവും. ഒക്കെ അതിൻ്റെ ഭംഗിയൊക്കെ നോക്കുക കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഈ സ്ട്രീറ്റിൽ അത്ര തന്നെ തിരക്കൊന്നുമില്ല കേട്ടോ. സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും കുഴപ്പമില്ല. പിന്നെ മനുവിന് എന്താ പറയുക മുഷിഞ്ഞ തുണികളൊക്കെ ഇടാനുള്ള ആ ബാസ്ക്കറ്റ്, വല പോലത്തെ ആ ബാസ്ക്കറ്റ് വാങ്ങിക്കുക വെച്ചാൽ മനു വാങ്ങിയില്ല. മനു വേണമെന്നുണ്ട്, പക്ഷെ വാങ്ങിയില്ല. എന്തോ കുട്ടി വാങ്ങിയില്ല. പിന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ട് കാര്യമില്ല. മനു ഒന്ന് തീരുമാനിച്ചാൽ പിന്നെ അതിൽ നിന്ന് ഉറച്ചു നിൽക്കും മനു. അതുകൊണ്ട് നിർബന്ധിക്കാനും പോയില്ല ഞാൻ. ശരിക്കും പറഞ്ഞാൽ എത്രയോ റോഡ് മുറിച്ച് കഴിഞ്ഞ് ഒരു മാർക്കറ്റ്, അടുത്ത റോഡ് മുറിച്ച് കഴിയുമ്പോൾ അടുത്ത മാർക്കറ്റ്, അങ്ങനെയാണ് കേട്ടോ ഇവിടെ കരോൾ ബാഗിൽ ഇത്. പിന്നെ ഞാൻ സരോജിനി മാർക്കറ്റിൻ്റെ അത്ര തിരക്കില്ലെങ്കിൽ പോലും ഒരു എന്താ പറയുക ഒരു ലോങ് നീണ്ട് കിടക്കുകയാണ് ഈ മാർക്കറ്റ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു മനു അത്യാവശ്യമൊക്കെ പർച്ചേസ് ചെയ്തു എന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് മനുവിന് വിശക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ മനു കഴിച്ചു. എനിക്ക് എന്തായാലും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ മനു എന്നിട്ട് ഞങ്ങളിങ്ങനെ പോണ വഴിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ വാങ്ങണം എന്ന് വിചാരിച്ചു. പിന്നെ ഈ ബിൽറ്റ് എടുത്തു. ഇയാൾ വിടണേ ഇല്ല. പിന്നെ ആൾ കൂടിയിട്ട് അവസാനം എടുപ്പിച്ചു. ഒരാളെന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നോക്കിപ്പോയാൽ കഴിഞ്ഞു. അങ്ങനെ ഇവിടെ ഒരു തട്ടുകട കണ്ടപ്പം മനു ബ്രെഡ് ഓംലെറ്റ് ഓർഡർ പറഞ്ഞു. എനിക്ക് വേണ്ടായിരുന്നു. അത് എനിക്കിഷ്ടമല്ല. ഇങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയാണ്. മനു വിശപ്പോണ്ട് അത് കഴിച്ചു. ഞാനൊരു നാരങ്ങ സോഡ മാത്രം കുടിച്ചുള്ളൂ. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ. റോഡിൻ്റെ ആ സൈഡും ഈ സൈഡുമാണ് ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാഗുകൾ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ നോക്കി, ചെരുപ്പുകൾ ഇങ്ങനെ നോക്കി. ഈ ഒരു കള്ളി ബാഗ് ഞാൻ എടുത്തിട്ടു വീണ്ടും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് യൂബർ വിളിച്ചു. യൂബർ ഞങ്ങളെ കുറച്ചൊന്ന് ചുറ്റിച്ചിട്ടോ. ഈ പറഞ്ഞ പോലെ അവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവണേ ഇല്ല. കുറേ നേരം ഞങ്ങൾ ഇവിടെ നിന്നു. അങ്ങനെ യൂബർ വിളിച്ച് ഞങ്ങൾ റൂമിൽ പോയി. ഇത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഡൽഹിനോട് വിട പറയുകയാണ്. ഇവിടെ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ റൂമിൽ റെഡിയായി കാത്തിരിക്കുകയാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.